കാര്യമല്ലേ ലീക്ക് എന്തായാലും ലീക്കാകും. അതുകൂടി എനിക്ക് സസ്പെൻഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ പോകുന്നത് നല്ല കാര്യമാണെന്നാ പറയുന്നത്. അതാണ് ചേട്ടാ തിരിച്ചടി. തമനയുടെ ലുക്കാന്ന് കളിയാക്കി നേരിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വീഡിയോക്കകത്തോടെ കണ്ട തമനയല്ല തവളയാന്ന് പറയും. പക്ഷെ എങ്കിൽ പോലും ചേട്ടൻ അറിയാം നേരിട്ട് കാണുമ്പോ എങ്ങനെയാ പറ. തമനയോ? അയ്യോ, തമന കേക്കല്ലേ. തമനെങ്ങാണം കേട്ട് കഴിഞ്ഞാ ഉണ്ടല്ലോ പിന്നെ വിഷയമാ. സത്യം പറഞ്ഞാ ഉണ്ടല്ലോ, തമനയ്ക്ക് മലയാളം അറിയാത്തത് ഭാഗ്യം. അഥവാ മലയാളം വല്ല പറഞ്ഞിരുന്നെങ്കിൽ തമന പോയി തൂങ്ങിച്ചത്തേനെ. എന്തുവാ ഇത്? തമനെ? ഇതാണോ തമന്ന? എന്റെ പൊന്നു പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുവായാലും ഈ നാടിന്റെ സെലിബ്രിറ്റി എന്ന് സ്വയം അവകാശപ്പെടുന്ന ലേഡി സരോജ് കുമാറിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാ പിന്നെ എങ്ങനെ തുടങ്ങിയാലോ? കുറച്ച് ചിരിക്കാനുണ്ട്, കുറച്ച് ചിന്തിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാം. കാരണം രേണുസുതിക്ക് എപ്പോഴും ചെറിയ പിള്ളേരോടാണ് താല്പര്യമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് ഹനാൻ വന്നൊരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴിത് അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഈ രേണു പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. അതല്ലേ അതിന്റെ ഒരു ശരി. എന്നാ പിന്നെ കണ്ടോളൂ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ പ്രായം ഒരു പ്രശ്നമല്ലെന്നല്ലേ? അല്ലല്ല, പ്രശ്നമല്ല. അപ്പൊ 22 വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിക്കും? എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിക്കും. 22 അല്ല 20 വയസ്സാണല്ലോ. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 21 കേട്ടല്ലോ എന്റെ പൊന്നു പ്രേക്ഷകരെ. ഇവള് 20 വയസ്സുള്ള പയ്യനെ ആണെങ്കിലും ഇവള് കല്യാണം കഴിക്കും. അതായത് അവൻ ഇഷ്ടമാണെങ്കിൽ ഇവക്ക് ഇഷ്ടമാണെങ്കിൽ ഇവള് കല്യാണം കഴിക്കും എന്നാ പറയണേ. അതായത് ഇവിടെ മകന്റെ പ്രായം ഇപ്പോഴും 21 വയസ്സായിട്ടുണ്ട്. ആ വയസ്സുള്ള ഒരു പയ്യനെ ഇവള് കല്യാണം കഴിക്കുമെന്നാണ് ഇവള് പറയുന്നത്. അപ്പോ ഇവള് സമൂഹത്തിൽ മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഇൻഫ്ലുവൻസർ ആണ്, സെലിബ്രിറ്റിയാണ്. ഇവള് സമൂഹത്തിന് പിന്നെയും നല്ല നല്ല മെസ്സേജുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവളെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ എണ്ണത്തിന് ഇവളെ അങ്ങ് എന്താ പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതാണ് ഈ രേണുസുതി. മറ്റുള്ളവർക്ക് നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന നല്ലൊരു താരമാണ്. അല്ല, ഇവളെക്കാട്ടിലും മൂത്ത ആൾക്കാരെ കെട്ടുപോകുന്നൊന്നും ഇവള് പറയുന്നില്ല. ഇവള് പറയുന്ന ഇപ്പോഴും ചെറുപ്പക്കാര് പിള്ളേരുണ്ടോ? ഞാനുണ്ട്. ഇത് ഓൾറെഡി പൊങ്ങന്താനത്തുള്ള ആൾക്കാർ, ഞാലിയാങ്കുഴിയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവളത് ഒന്നുകൂടെ ക്ലിയർ ആക്കി തരികയാണ്. ഞാൻ 20 വയസ്സുള്ള അല്ലെങ്കിൽ ചിലപ്പോ 18 വയസ്സുള്ള പയ്യനെ വരെ ഞാൻ കിട്ടും എന്ന് ഇവള് പറയുന്നുണ്ട്. ഇനി ഇവള് പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്ക്. അതായത് ഇവരുടെ മകനെന്ന് അവകാശപ്പെടുന്ന കിച്ചുവിന്റെ പ്രായമുള്ള അവരെ ഇവൾ കല്യാണം കഴിക്കുമെന്നാണ് ഇവള് പറയുന്നേ. കൊള്ളാം ഇവള്. ഇനിയിപ്പം ഋതപ്പന്റെ പ്രായമുള്ള പയ്യന്മാരുണ്ടോന്ന് നീ നോക്ക്. അപ്പം അത് ഒന്നുകൂടെ നല്ലതായിരിക്കും. കല്യാണം കഴിക്കണം. എനിക്ക് 34, ചെറുക്കന് 21 ഞങ്ങൾ രണ്ടും. നിനക്ക് 34? അത് എന്ന് തൊട്ട് പറയുക നീ 34 എന്ന്? 34 പറയാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഇത് ചിലപ്പോ 44 അല്ല 54 ആയിട്ടുണ്ടാവും. അത് പറ. അല്ലാതെ ഈ ശരീരം കണ്ട പ്രായം തോന്നിക്കത്തില്ലെങ്കിലും മുഖം കണ്ടാൽ നല്ലപോലെ പ്രായം തോന്നിക്കുന്നുണ്ട് അമ്മച്ചി. അതുകൊണ്ട് അങ്ങനെ കുറച്ച് പറയല്ലേ 34 എന്ന്. ഇത് എപ്പോ തൊട്ട് പറയും 34? ബാക്കി പറഞ്ഞു. എനിക്കിഷ്ടമാണ്, അവനിഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. കല്യാണത്തിന്റെ കാര്യം കല്യാണം കഴിച്ചു. നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കണം. കാരണം നിങ്ങൾ വിധവയല്ലേ, നിങ്ങൾ മറ്റേ കൊല്ലസുതിയുടെ ഭാര്യയല്ലേ, നിങ്ങൾ എന്താ പറയുക, മക്കളെ പോറ്റാൻ വേണ്ടി ജീവിക്കുന്നവരല്ലേ, മക്കളെ പോറ്റാൻ വേണ്ടി ശരീരഭാഗങ്ങൾ കാണിക്കുന്നവരല്ലേ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കണം. അതും നിങ്ങളെക്കാട്ടിലും എത്ര വയസ്സിന്? 10-30 വയസ്സിന് എളുപ്പമുള്ള ചെറുക്കന്മാരെ, കൊച്ചു പയ്യങ്ങളെ കല്യാണം കഴിക്കണം. അതാണ് ചെയ്യേണ്ടത്. സൂപ്പറാണ്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിന് വരെ ആരാധകരും കൈക്ക് മുഖത്തിന് മൊത്തം ആരാധകരുള്ളപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം കേട്ടോ. അതിനുവേണ്ടി നിങ്ങളുടെ കല്യാണത്തിന് എന്തായാലും ഞങ്ങൾ വരും, ഞങ്ങൾ വന്നിരിക്കും. ഒരു ഉരുള ചോറേലും ഞങ്ങൾ വന്ന് തിന്നും. ഓക്കെ. ഇനിയുമാണ് ഈ പുള്ളിക്കാർ പറയുന്നത് തമനയാണ് പോലും. തമന, കേരളത്തിന്റെ തമന, പാവങ്ങളുടെ തമന. കണ്ടു നോക്ക് എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇതാണ് നിങ്ങൾ കാണേണ്ടിയ തമന. പറഞ്ഞായിട്ട് തമനെ, ഞാൻ തമനെന്ന് വിളിക്കുന്നത്, തമന വന്ന് എന്നെ ചൂലും കെട്ടും കൊണ്ട് അടിക്കും കേട്ടോ, അല്ലെ ഉരളിനിട്ട് തമന വന്ന് എന്നെ അടിക്കും. പക്ഷെ തമനെ എന്നെ ഒന്നും പറയല്ലേ, ഇവിടെ വേറൊരു ചേച്ചി പറയുകയാണ് അങ്ങനെ, അതുകൊണ്ടാ പറഞ്ഞു കേട്ടോ. ഓക്കെ, പറഞ്ഞാട്ടോ അമ്മച്ചി. തമന്നയുടെ ലുക്കാന്ന് കളിയാക്കി ഇപ്പൊ തമന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചേട്ടാ തിരിച്ചടി. തമന്നയുടെ ലുക്കാന്ന് കളിയാക്കി
നേരിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വീഡിയോക്കകത്തോടെ കണ്ട തവനയല്ല തവളയാന്ന് പറയും. പക്ഷേ തമന്നാമ്മച്ചി തവളെ അപമാനിച്ച കേസിൽ സോറി പറയണം കേട്ടോ. അമ്മച്ചി സോറി പറയണം. സോറി തമന്നാമ്മച്ചി സോറി പറയണം കേട്ടോ. കാരണം തവളെ വരെ അപമാനിച്ചിരിക്കുക. പിന്നെ എന്തുവാ ഇത്? എന്നെ നേരിട്ട് കണ്ടാൽ തമന്നയാണെന്ന് തോന്നുമെന്ന് പോലും. എന്നെ വീഡിയോ കൂടെ കണ്ടാൽ തവളയാണെന്നും പിന്നെന്താണ് നേരിട്ട് കണ്ടാൽ തമനയാണെന്നും. അയ്യോ, തമന കേക്കല്ലേ. തമനെങ്ങാണം കേട്ട് കഴിഞ്ഞാല് അതുപോട്ടെ, തമനയ്ക്ക് മലയാളം അറിയായിരുന്നെങ്കിൽ അവിടുന്ന് വണ്ടി വിളിച്ചോണ്ട് വന്നേനെ ഇവിടെ, എന്നിട്ട് കിട്ടുന്ന വടിയെടുത്ത് കീച്ചേനെ. അയ്യോ ഭാഗ്യം. അഥവാ അവരത് അഥവാ കേട്ട് അവർക്ക് മലയാളം അറിയാമെങ്കിൽ അവർ ചെന്നൈയിൽ ഇരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അവര് തീർന്നു കളയും അവരുടെ ജീവിതം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ വന്ന് പറയുന്നത്? അയ്യോ, എന്നെ വെച്ച് പറയുന്ന ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ തമന അത് കടുക്കുകയും ചെയ്തു പോകും. അറിയാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ അമ്മച്ചി ബാക്കി പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, വീഡിയോക്കകത്തോടെ കണ്ട തവനയല്ല തവളയാന്ന് പറയും. പക്ഷേ എങ്കിൽ പോലും ചേട്ടൻ അറിയാലോ നേരിട്ട് കാണുമ്പോ എങ്ങനെയാ പറ? സൂപ്പർ അല്ലേ? അതാണ് അതിന്റെ കുട്ടൻസ് എന്താ? അതിന്റെ കുട്ടൻസ് എന്താ? കെട്ടിയോ നിന്നെ ഹാപ്പി ആയിട്ട് ഇരുത്തുന്നോണ്ടല്ല, ഗ്ലൂത്തോത്തോനും ആ വെച്ചുകെട്ടലുമാണ് മൊത്തം. ശരീരം മൊത്തം മറ്റേ ഇൻജക്ഷന്റെ പുറത്ത് ജീവിക്കുക. ഇനി കുറച്ചു നാളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇൻജക്ഷൻ എല്ലാം കൂടെ എന്തെങ്കിലും രീതിയിൽ എങ്ങനെയൊക്കെ ആയി തീരുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും പിന്നെ സന്തോഷത്തോട് വെക്കുന്നെന്ന് ആ ഭർത്താവ് സന്തോഷത്തോട് നിന്നെ വെച്ചിട്ടുണ്ട്. ആ ഭർത്താവിനെ അല്ലയോടെ നീ ഇപ്പൊ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വലിയ വാചകങ്ങൾ അടിക്കുക. പിന്നെ ഇവള് ഈ മറ്റേ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. എന്ത് അഭിമാനത്തോടു കൂടിയാ പറയുന്നത്. ഓ, സമ്മതിക്കണം. ഈ സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ? സന്തോഷമല്ലേ? കുറ്റം പറഞ്ഞിട്ട് പുതിയൊരു സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, സന്തോഷിക്ക് തുള്ളിച്ചാട്. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലയോ? കഴിഞ്ഞു. നിനക്ക് നല്ലപോലെ കാശ് കിട്ടും. നീ സന്തോഷിക്ക്. എത്ര നാൾ നീ ഇങ്ങനെ സന്തോഷിക്കും? അത് ഞങ്ങൾക്കൊന്നും അറിയാം. കാരണം മറ്റുള്ളവരെ, ഈ ചെറുപ്പക്കാര് പിള്ളേരെയൊക്കെ നീ ഇങ്ങനെ നിന്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുണ്ടാക്കുന്ന നീ കാശ് കൊണ്ട് നീ എത്ര നാൾ ഇങ്ങനെ തിന്നും? അതൊന്ന് കാണണം കേട്ടോ. എന്തായാലും അത് കൂട്ടിക്കെട്ടോ എന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല, അത് നടക്കും കേട്ടോ. പിന്നെ നീ ജീവിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ തുടങ്ങുന്നത്. മുമ്പ് നീ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന്. ദാസേട്ടന്റെ കൂടെ ഇരുന്ന് വീട്ടിലിരുന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ടാണോ നീ ഇപ്പൊ പറയുന്നത് ഞാൻ ജീവിക്കാൻ വേണ്ടിയല്ലേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന്? ഈ ശരീരം കാണിക്കുന്നതെല്ലാം ജീവിക്കാൻ വേണ്ടിയാണോ? എത്രയോ ആൾക്കാരുണ്ട്, എത്ര വിധവമാരുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവര്. ഈ ഇങ്ങനത്തെ പരിപാടി കാണിച്ച് ജീവിക്കുന്നത് അത് വല്ലാത്തൊരു ജീവിതമാണ് കേട്ടോ. ഇത് വല്ലാത്തൊരു ജീവിതമാണ്, സത്യം. കഷ്ടം. വീഡിയോ വേറെ ആൾക്കാരെടുത്ത്, സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? അതുകൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ പോകുന്നത് നല്ല കാര്യമാണെന്നാ പറയുന്നത്. ഒന്ന് നല്ലതായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതെ, എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഒക്കെ കൂടുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ പോകുന്നത് എനിക്ക് നല്ലതല്ല. കാരണം ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷയം ഉണ്ടാകത്തില്ലയോ? അങ്ങനെ അത് കൂടുതൽ പോയാൽ എനിക്ക് വിഷയമാണ് അല്ലേ? പറഞ്ഞു അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാൻ. എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും കൂടി എന്റെ വീഡിയോകളൊക്കെ കാണാൻ വളരെ. സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും എന്റെ വീഡിയോ കാണാൻ ഒരു അവസരം കിട്ടി എന്നാണ് ഇവള് പറയുന്നത്. നിന്റെ വീഡിയോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ആൾക്കാർ തന്നെ തെറി പറയുക. അയ്യേന്ന് ആൾക്കാർ പറയുന്നത്. നാണമില്ലേ നിനക്ക് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു വിധവയുണ്ടോ? അയ്യേ, സ്ത്രീകൾക്ക് മൊത്തം അപമാനമായിട്ട് വരികയാണ് നീ. എന്നിട്ട് പിന്നെ വലിയ മഹത്വം പറയുക. കഷ്ടം. അയ്യേ സംഭവമായിരുന്നു സബ്സ്ക്രിപ്ഷനിൽ ഇട്ടതാണോ? സബ്സ്ക്രിപ്ഷൻ ഞാനൊന്നും ഇട്ടതല്ല, ഞാൻ ലൈവ് പോയതായിരുന്നു. ഇനി എന്താ ചോദിക്കാറ്? ലൈവ് വീഡിയോ ആണല്ലോ അത്. ആണെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ലൈവ് പോയതാ. നാക്കിട്ട് കാണിച്ചതും ഇവിടെ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ തന്നെ അറപ്പാകും. ആ ഒരു രീതി കാണിച്ചിട്ട് ഇവള് പറയും ഞാൻ ലൈവ് പോയതാണ്. എത്ര ഇതുകൊണ്ടാണ് ഇവള് പറയുന്നത്? ഇവള് പറയാം അത് ലൈവ് പോയതാണോ? ലൈവ് പോയാൽ നിന്റെ ശരീരഭാഗങ്ങളും നിന്റെ ആ കോപ്രായങ്ങളും കാണിച്ചത് അതല്ലാതാകുമോ? എന്നിട്ട് നീ ചുണ്ട് പൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാം ഞാൻ ലൈവ് പോയതാ. നീ ലൈവ് പോയല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ?
പറഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ, ഇവളെന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവള് വേറൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഒരു പിന്നെ അവിടെ സ്റ്റാറ്റസിൽ. ഈ അമ്മച്ചി അതിൻ്റെ അകത്ത് ഈ പറയുന്ന ചെകുത്താനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകുത്താനെ കുറിച്ചാണ് ഇവള് പറയുന്നത്. അതായത് ചെകുത്താൻ പറഞ്ഞു പോലും ഇവള് സുന്ദരിയാണെന്ന്, സുന്ദരിയാണെന്ന്. അപ്പൊ ഈ ചെകുത്താനുമായിട്ടുള്ള ഒരു കല്യാണം ഇനി അടുത്തതായിട്ട് ഇവർക്ക് ഉറപ്പിക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവള് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ പ്രേക്ഷകരെ. ചെകുത്താൻ രേണുസുതി ഇപ്പോൾ സുന്ദരിയായല്ലോ. അതെടുത്ത് വെച്ചിട്ടാണ് മേഡം ആ ഒരു ഇതിട്ടിരിക്കുന്നത് കേട്ടോ. എന്താണ് ഫിൽട്ടർ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്, പിന്നെ സുന്ദരിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ചെകുത്താൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെകുത്താൻ ഇവക്ക് സപ്പോർട്ടുമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ് മക്കളെ. ചെകുത്താൻ പറഞ്ഞ കാര്യം കേട്ടു നോക്കിയത്. പുറത്തു വന്നു അത് ഒരു തെണ്ടിത്തരം. ഈ തെണ്ടിത്തരം കാണിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ആ പാവത്തിനെ ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അവരെങ്ങനെയും ജീവിക്കട്ടെന്നേ, അവര് സന്തോഷിക്കുകയാണെങ്കിലോ. അതെ, അവര് സന്തോഷിക്കുകയാണെങ്കിൽ സന്തോഷിക്കട്ടെന്നേ, അവരെന്തേലും ചെയ്യട്ടെന്നേ, അവരെന്തിനാണ് ഉപദ്രവിക്കുന്നത്? മാന്യ അദ്ദേഹം പറയുന്നത് കേട്ടോ. ചെകുത്താൻ ഇവന് പറ്റിയ ടീമാണെന്ന് തോന്നുന്നു ഈ രേണു. കാരണം ഇവരോട് കൂടുന്നതൊക്കെ ഇങ്ങനത്തെ ടീമുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ചെകുത്താൻ നീ പറയടാ, നീ കാരണം നിനക്കൊന്ന് ഒന്ന് വൈറലാകണമെന്ന് തോന്നുമ്പോൾ നീ ഇങ്ങനെ ഓരോ കാര്യം കൊണ്ട് വരും. അതുകൊണ്ട് നിന്റെ വാക്കിന് അത്ര ഇതൊന്നും ഇല്ല. എന്നാലും നീ രേണുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നൊന്ന് കേൾക്കണമല്ലോ നാട്ടുകാര്. നീ പറഞ്ഞോ. അവര് സന്തോഷിക്കട്ടെ, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവരാരെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. അതൊരു പാവം. അവൾ പാവടാ. അയ്യോ പാവം, പഞ്ചപാവം. നാട്ടുകാരെ മൊത്തം തെറി വിളിച്ചോണ്ടും അവിടെ ശരീരം മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നടക്കുന്ന അവൾ പാവവാ. അവൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. സത്യം, നീ പറഞ്ഞതാ കറക്റ്റ്. നീ പറഞ്ഞേ കേക്കട്ടെ. ഇവർക്കറിയാവോ എന്തോ അവരുടെ അവസ്ഥ എന്നുള്ളത്? അങ്ങനെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ പിന്നെ വെള്ളയ്ക്കിട്ട് മുട്ട അടിച്ചിരിക്കണമെന്നാണോ? സതി അനുഷ്ഠിക്കുകയാണ് സന്തോഷമാണ്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ എല്ലാവരും ഇതുപോലെ അവരുടെ ശരീരം പ്രദർശിപ്പിച്ച് മറ്റുള്ള ആൾക്കാരെ കാണിച്ചു നടക്കുകയാണോ? അവർ ജീവിക്കാനായിട്ട് എത്രയെത്ര മാർഗങ്ങളിലൂടെ അവർ ജീവിക്കുന്നുണ്ടാ. കഴിഞ്ഞ ദിവസം ഗംഗ എന്ന് പറഞ്ഞ ഒരു കൊച്ചിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ അകത്ത് അവരുടെ അമ്മ പറയുന്നത്, ഈ ഗംഗ എന്ന് പറയുന്ന കുഞ്ഞിലെ കൊച്ചായിരിക്കുന്ന സമയത്ത് കൃഷി എടുക്കാനായിട്ട് പോയി അവര് തെരുവിൽ കിടന്ന് അവർ കഷ്ടപ്പെട്ട ആ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അവരാരും പോയി ഇതുപോലെ ശരീരം കാണിച്ചിട്ടല്ലല്ലോടാ. അവരിന്ന് ഏത് നിലയിലാണ്? അവരും ജീവിക്കാൻ വേണ്ടിയല്ലോടാ കഷ്ടപ്പെട്ടത്. അല്ല ഇതുപോലാണോ? ഇതങ്ങനാണോ? ഇവർക്ക് എത്രയൊക്കെ മാർഗങ്ങളുണ്ട് ജീവിക്കാനായിട്ട്. ഇവർക്ക് നല്ല നല്ല ജോലികൾ എത്ര ആൾക്കാർ സ്പോൺസർ ചെയ്തതാണ്. നീ എന്ത് മണ്ണാങ്കട്ട അറിഞ്ഞിട്ടായി പറയണേ? സതി അനുഷ്ഠിക്കുകയാണ് സന്തോഷമാണ് എല്ലാവർക്കും. അങ്ങനെയാ മനുഷ്യർ പ്രൈവറ്റ് ടൈമിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. അതിനിപ്പോൾ ആരോടെ താല്പര്യം ഉള്ളതുകൊണ്ടോ എന്ത് കാരണവശാലാണ്. ഇനി അത് വേണ്ട വല്ല സബ്സ്ക്രിപ്ഷനോ അതാണെങ്കിൽ അങ്ങനെ. അതെന്താ ശ്രുതിക്ക് പാടില്ലേ? രേണുവിന് പാടില്ലേ? രേണുവിനിപ്പോൾ കാണാനും നല്ലതാ. പഴയ ലുക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാനൊക്കെ നല്ല രസമായി. കുറച്ച് ഗ്ലൂട്ടാത്താണ്. നീ അത് പറഞ്ഞാ മതി മോനെ. സുന്ദരിയായി രേണു. ഇതാണ് രേണു എടുത്ത് അവിടെ മറ്റേ പോസ്റ്റിലിട്ടത്. ചെകുത്താൻ രേണു ഇപ്പൊ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന്. സുന്ദരിയായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവളെ അങ്ങ് കെട്ട. അപ്പൊ അവൾക്ക് താല്പര്യം ഇപ്പം 10-20 വയസ്സിനുള്ള പിള്ളേരെയാ താല്പര്യം. അതായത് കിച്ചുവിന്റെ പ്രായമുള്ള പിള്ളേരെയാ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവള് പറയും ഈ ഋതപ്പന്റെ പ്രായമുള്ള പിള്ളേരെ കെട്ടണമെന്ന്. അതും ചിലപ്പോൾ അവള് പറഞ്ഞിരിക്കും. അപ്പൊ നിന്റെ കാര്യം എന്തായാലും കഷ്ടമാകുമെന്നാണ് തോന്നുന്നത്. കാരണം നിനക്ക് അവളെക്കാട്ടിലും പ്രായക്കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ കുറവാണോ? എന്തായാലും നീ ആയാലും ഓക്കെ എന്ന രീതിയിലാ ഇപ്പൊ രേണു ഉള്ളത്. ചിലപ്പോൾ നിനക്ക് നിന്റെ ഈ പറച്ചിലൊക്കെ കണ്ടിട്ട് നിനക്കും ചെറുതായിട്ട് രേണുവിനോട് ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ലടാ. നിങ്ങൾ രണ്ടോടെ ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും. ചിലപ്പം നടക്കാൻ സാധ്യതയുണ്ട്. അല്ലേ പ്രേക്ഷകരെ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാതെ ആരും ഇരിക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് എന്താണ് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കമന്റ് മസ്റ്റായിട്ട് ഇടണം. ലൈക്ക് അടിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും